ചേച്ചി ഇപ്പം അമൃതേച്ചിക്ക് ആ കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഷീ ഹാഡ് ടു ഗോ ത്രൂ കുറെയൊക്കെ. ആദ്യ കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അപ്പം മുതൽ ഒരു പ്രശ്നങ്ങൾ പയ്യാണ് തുടങ്ങാന്ന് നമ്മൾ ജനറലി പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കല്യാണത്തിൽ. പക്ഷെ അങ്ങനെയായിരുന്നു ചേച്ചിക്ക് തുടക്കം മുതലേ ചേച്ചി ഭയങ്കര അട്രോസിറ്റീസിലൂടെയാണ് ഭയങ്കര പീഡനങ്ങളിലൂടെയാണ് പുള്ളിക്കാരി കടന്നുകൊണ്ട് പോയത്. പക്ഷെ പുള്ളിക്കാരി എടുത്തൊരു ഡെസിഷൻ ആയതുകൊണ്ട് ആള് മാക്സിമം അത് ഡ്രാഗ് ചെയ്ത് അവിടെ. കാരണം ഞങ്ങളെ വീട്ടില് ഞങ്ങൾ അത്ര, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആശ്രമത്തിലൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. ഈ ഇപ്പൊ കാണുന്ന ഞങ്ങളുടെ പെർസോണ അല്ല നേരത്തെ അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ, കാരണം ഞങ്ങൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ ഇതാണ്. ഞങ്ങൾക്ക് പഴയ പോലെ ചന്ദനം ഇട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലുക്കും ഫീലും അതനുസരിച്ച് മാറ്റേണ്ടതായി വന്നു. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ഫ്ലൂട്ട് വായിക്കുന്ന, ആശ്രമത്തിൽ എല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലി ഫുള്ള് അമൃതപുരി റിവോൾഡ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഒരാളുടെ ഫസ്റ്റ് ബോൾഡ് ഡെസിഷൻ ആയിരുന്നു. അതിൽ ചേച്ചി അനുഭവിച്ചതിനൊക്കെ കഴിഞ്ഞൊരു 6 മാസത്തിനിടയിലൊക്കെയാണ് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് പറയണത്. അതും എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ, അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ് അത് ഒരുപാട് ഡ്രാഗ് ചെയ്തത്. പക്ഷെ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമുക്കൊരു സ്ഥലത്ത് പറ്റുന്നില്ല എന്ന് കണ്ട ആ സമയത്ത് ചിലപ്പോൾ എല്ലാവരും നമ്മുടെ അഗേൻസ്റ്റ് നിൽക്കുമായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കത് ആർക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മിണ്ടാതെ കേൾക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. സോ വാട്ട് യു സെഡ് ഇസ് ലൈക്ക് പ്രിറ്റി റൈറ്റ്. അമൃതേച്ചിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഭയങ്കര പാവ ആൾക്കാരായിരുന്നു. അപ്പം അവർ പറയും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ മോൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റാനുള്ള, ഞങ്ങൾ എങ്ങനെ വളർത്തിയോണ്ടായി. ഇപ്പൊ നിന്നെ ഞങ്ങൾ വേറെ കുറച്ചൊരു ബോൾഡൊക്കെ ആക്കി വളർത്തിയായിരുന്നു, നിനക്കിതൊന്നും പറ്റില്ലായിരുന്നു. നിന്നീ ഒരു പാവമായി പോയതുകൊണ്ടാണ് നിനക്കത് അനുഭവിക്കേണ്ട വന്നേന്നുള്ളത് പറയുന്നതാണ് ചേച്ചിയുടെ സ്ട്രെങ്ത്. സോ വി ആർ ലക്കി ദാറ്റ് വേ. അല്ലെങ്കിലും അന്നത്തെ ഒരു ഏജില് അമൃതയ്ക്കും എത്ര മെച്യൂരിറ്റി ഉണ്ട്, വളരെ യങ് അല്ലേ. അപ്പോഴും നമ്മൾ ലൈഫിനെ എപ്പോഴും പോസിറ്റീവായിട്ടേ കാണൂ. ആരും നമുക്ക് ചീത്ത വരും എന്ന് എത്ര പാരന്റ്സ് കുറേയും കൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവരുടെ ഒരു മെച്യൂരിറ്റി ലെവലിൽ അവർ പറഞ്ഞാലും ആ ഒരു ഏജിൽ ഒരു ലേഡി ഒരിക്കലും എന്റെ ലൈഫിൽ ദേ ഇങ്ങനെ വരാൻ പോണൂന്ന് വിചാരിക്കുന്നതേ ഇല്ല. എനിക്ക് നല്ലതായിരിക്കും വരുന്നത്, ഒരു ട്രൂ ലവ് ആണ്, എന്റെ ലൈഫ് നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യും ഇതാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് അതിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യാണ്. പക്ഷേ അതവിടുന്ന് തെറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞ വിട്ട് എന്റെ സ്റ്റോറിയിലെ വില്ലൻ ചിലപ്പോ മറ്റൊരാൾക്ക് വില്ലൻ ആയിരിക്കണം എന്നില്ല കേട്ടോ. അവര് തമ്മിൽ ചേരായിരുന്ന കൊണ്ടാണ് അവരത് വർക്ക് ആവുന്നത്. മേ ബി പുള്ളിയാണെങ്കിലും അയാള് നല്ലതാണെന്ന് തോന്നുന്ന വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കാം. അതിനകത്ത് നമുക്കൊരു തെറ്റും പറയുന്നില്ല. ആള് ചെയ്യുന്ന നല്ലതൊക്കെ നല്ലതാന്ന് തന്നെ അപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ എന്റെ ചേച്ചി സഫർ ചെയ്തത് അത് കേൾക്കുമ്പോ എനിക്ക് ഹീസ് എ വില്ലൻ ഓൺലി. എനിക്കിപ്പോ എവിടെ ഇരുന്നോ ഞാൻ പറയും, ഐ ഡോണ്ട് കെയർ. ചിലത് തമ്മിൽ ചേരില്ല, എന്നാ അതിലെ ഒന്ന് വേറെ ആൾക്കാരായിട്ട് അത് ചേരുവായിരിക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സക്സസ്ഫുൾ ആയ സ്ട്രോങ് ആയി ഒന്ന് ജീവിച്ച് കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് വെറുതെ ചുമ്മാ വിക്ടിം കാർഡ് കളിക്കണു, പെണ്ണിന്റെ ഇത് പറയണോ, ചുമ്മാ അതാ. കാരണം വേറെ കുറെ കഥകൾ നമുക്ക് അറിയാവുന്നതാണ്, വേർ വിമൻ ആർ വില്ലൻ. സോ നമ്മുടെ നാടാണെങ്കിലും കുറച്ചുകൂടെ ആണുങ്ങൾക്ക് ഒരു ഇതുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോട്ടെ, സമയം വരും. കീപ്പിംഗ് ക്വയറ്റ് അറ്റ് ടൈംസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്റെ ചേച്ചി മിണ്ടായിരുന്ന പോലെ മിണ്ടായിരുന്ന പറ്റില്ല. അതെ, പറ്റില്ല. അത് ആരും ഒരുപാട് വർഷത്തേക്കൊന്നും മിണ്ടായിരിക്കരുത്. ഒരു 10-20 മിനിറ്റ് ഒക്കെ മിണ്ടായിരിക്കും, എന്നിട്ട് മിണ്ടണം. പറയാൻ കേൾക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കേട്ട് കൊടുത്തോളൂ. അമൃതയുടെയും നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ ലൈഫ് മാറ്റിയതാണ് സുരേഷ് ചേട്ടൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പോഴും. ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ അഭി. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ? ആ ഒരു ഇത് പറയാനാണെങ്കിൽ ഇപ്പൊ സുരേഷ് അങ്കിളായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള, അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 10 കമന്റുകളിൽ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യ ആൾക്കാർ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ബാക്കി കമന്റ് ചെയ്യുക. അപ്പൊ സുരേഷ് അങ്കിളുടെ സീൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, സ്റ്റാർ സിംഗറിൽ ചേച്ചിയുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൗനമേ എന്ന് പറയുന്ന പാട്ട് പാടിയ റൗണ്ടിൽ ചേച്ചി ഒരു പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി പാട്ടിനും പെർഫോമൻസിനും നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനും ഒക്കെ ആയിരുന്നു മാർക്ക്. ചേച്ചിയുടെ കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു, പെർഫോമൻസിന് ഫുള്ള് കിട്ടി. അന്നാണ് സുരേഷ് അങ്കിൾ ഏഷ്യനെറ്റിൽ വിളിച്ചിട്ട് പറയുന്നത്, ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കേസിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതാണ് അന്നുള്ള ബന്ധം. ഇന്നും രാധികാന്റിയായിട്ടും സുരേഷ് അങ്കിളായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾ ഇപ്പോഴും
ദേ ലൈക്ക് ഫാമിലി. പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഒരു ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് അങ്കിളുടെ ഫാമിലി എന്നാണ്. ആ കള്ളൻ എന്നുള്ള പേര് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ കള്ളനാന്നുള്ള പേര് വന്നോണ്ടേയിരിക്കും. അത് കട്ടോന്ന് മാറ്റർ അല്ല, ആ കട്ടിട്ടുണ്ടെങ്കിൽ കക്കാനുള്ള റീസൺ മാറ്റർ അല്ല, ഇതൊന്നും മാറ്റർ അല്ല. ആ പേര് വീണോ യു ആർ ഡൺ. എസ്പെഷ്യലി കള്ളൻ എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ ഒരു ജെൻഡറും കൂടെ മാറ്റിയ കള്ളിയാണെങ്കിൽ യു ആർ ഡൺ. ഒരു പെണ്ണിനാണ് ഇത് പറ്റുന്നതെന്നുണ്ടെങ്കിൽ, കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, ഇവിടെ ഇങ്ങനെയാണ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടെ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്കതിനെ വേണമെങ്കിൽ അറിഞ്ഞ് നമ്മുടേതായ ഒരു വഴി വെട്ടി വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അഗേൻസ്റ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി നിൽക്കുക. അപ്പം നമ്മുടെ എവിടെയെന്ന് പറഞ്ഞാൽ ബീങ് എ വുമൺ സെൽഫ് ഏൺ ചെയ്ത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു ടാഗൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി അത്രയൊന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ടി വരും. അത് വെരി ട്രൂ. ആ ഒരു പേര് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ഒന്ന് വരാൻ ഒരു സെക്കൻഡ് മതി, അതൊന്ന് മാറ്റി അതൊന്ന് ഹീൽ ചെയ്ത് എടുക്കണമെങ്കിലാണ് അതിന്റെ മുകളിൽ എത്ര ഡേയ്സ് എത്ര ഇയേഴ്സ് വേണം അല്ലേ. അതിനകത്ത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ. ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ ഒരാളുടെ പെയിനിനാണ് നമ്മൾ ഈ മോക്ക് ചെയ്യുന്നത്. എന്തായി ഇപ്പോന്നൊക്കെ ഉള്ളൊരു ടോണ് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ പറയാനും വേണം ഒരു പ്രത്യേക ഒരിത്. എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എടാ നമ്മളിവിടെ ആകെ വീണിരിക്കുള്ളൂ, സ്റ്റോപ്പ് എന്ന് നമുക്ക് അവിടെ പറയാനുള്ളൊരു ഓപ്ഷൻ. നേരിട്ടാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അതും നിങ്ങൾ എന്താണ് സിറ്റുവേഷന്റെ ഡെപ്ത് മനസ്സിലാക്കുന്നില്ല, അവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ പോവാ, ഒന്ന് കൊടുത്തേക്കാം, കമന്റ് ചെയ്യുന്നു, പോണു. എന്താണെന്നൊന്നും അവിടെ അല്ലേ റിയാലിറ്റി മനസ്സിലാക്കാണ്ടാണ് പലരും കമന്റ് ചെയ്യണതും ഈ പറയണ പോലെ അറ്റാക്കിങ് ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഓരോ ആൾക്കാർക്ക് ഓരോ ലുക്ക് ഉണ്ട്, ഒരു വൈബ് ഉണ്ട്. ചിലർക്കൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര കള്ളന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര പാവം ലുക്കായിരിക്കും. ഇനിയിപ്പോൾ അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാവം കണ്ടാത്തന്നെ എങ്ങനെ അറിയാനാണ്? ഹൗ കെൻ വി ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ? ഒരാളുടെ ലുക്കല്ല അയാൾ എന്താന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കൊക്കെ എസ്പെഷ്യലി ഞാൻ മറ്റേ പട്ടിഷോ ജാട അഹങ്കാരി ഇതാണ്. എൻ്റെ അടുത്തൊരു ഇച്ചിരി നേരം സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസിങ്ങിന്റെ സമയത്തൊക്കെ ഭയങ്കര വേറൊരു പേഴ്സോണ ആയിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് ആണ് അവർ ഇത്രയും ബോൾഡ് ആക്കി ഇത്രയും സ്ട്രോങ് ആക്കി എന്നുള്ളത് എത്രത്തോളമൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, പക്ഷെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും വൈബും വെച്ച് അഹങ്കാരികളാണ്. ഒരു രക്ഷയില്ല, അവരുടെ കയ്യിലിരിപ്പിന്റെ അവർക്ക് കിട്ടണം അല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ അതെ പോന്നോട്ടെ, അത്ര ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഈ ഷോയൊക്കെ പല ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസും ഈ നമ്മുടെ നാട്ടുകാരുടെയും ഇവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബഹളവും ഒക്കെ കാണുമ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കാം? ചില നാട്ടിൽ പുറത്തേക്കൊക്കെ നിങ്ങൾ അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആയാലോ? എല്ലാ ആഴ്ച എൻ്റെ അമ്മയ്ക്ക് തോന്നാറുണ്ട്. എല്ലാ ആഴ്ച ഏകദേശം ഒരു മൺഡേ തുടങ്ങി സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഇപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഷൂട്ട് നടക്കുന്ന ഒരു മൺഡേ ആണ്. ഇന്നിപ്പം അമ്മ ഇന്നലത്തെ ഡോസ് ഒക്കെ കഴിഞ്ഞ് ഇന്നൊന്ന് അതെ ഇതായിട്ടുണ്ട്, റീജനറേഷണൽ മോഡലാണ്. സൺഡേ ആകുമ്പോഴത്തേക്ക് പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്ന് പോയാലോ. കാരണം സൺഡേ ആണല്ലോ ഈ സോഷ്യൽ മീഡിയ വീക്കെൻഡിലാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുക. അപ്പോഴാണ് കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോയാലോ എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞോട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഒരു വാശിയായി ചേച്ചി. ഞാൻ ജനിച്ച എൻ്റെ മണ്ണില് ഞാനൊന്നും ചെയ്യാതെ ആരുടെയൊക്കെയോ വാശി തീർക്കാൻ വേണ്ടി ബലിയാടായിട്ട് എനിക്ക് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യണം. ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് അവിടെ സക്സസ്ഫുൾ ആവുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? ഓക്കെ, അവിടെ ഞാൻ പോവാം, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ എന്റെ പേരുണ്ടാക്കി ഇവിടെ എനിക്ക് ഫൈറ്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ കാര്യം ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്താന്ന് എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ആദ്യം നമ്മുടെ നാട്ടിൽ വിലയില്ലാതെ പിന്നെ പുറത്ത് എവിടെ പോയിട്ട് എന്താ കാര്യം? വി ലവ് അവർ പ്ലേസ്. ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്, അത് ക്ലാരിഫൈഡ് ആവും. എന്നിട്ട് പുറത്ത് എവിടെയാന്ന് വെച്ചാൽ പോയി സെറ്റിൽ ആവും. അപ്പൊ ഇതന്നെ അമ്മ അടുത്തും പറയാറുള്ളൂ, അമ്മ ഇതിലെന്താ കാര്യം? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട് മിസ് ചെയ്യും, നമ്മുടെ സ്ഥലം മിസ് ചെയ്യും, നമുക്ക് സമയം വരും, അങ്ങനെ തന്നെ പറയും. അല്ല പിന്നെ പറഞ്ഞു മാനിഫെസ്റ്റഡ് ആവുമായിരിക്കും. അത് ഡെഫിനറ്റ്ലി എൻ്റെ ക്ലോസർ സർക്കിളിലുള്ള ആർക്ക് എന്നെ പറ്റി ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നാലും ഞാൻ അത് വിളിച്ച് സോൾവ് ചെയ്യുന്ന ആളാണ് മാക്സിമം. വെൻ ഇറ്റ് കംസ് ടു എ ലാർജ് സ്കെയിൽ ഈ എന്റർടൈൻമെന്റ് മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരു സിനാരിയോ വരുമ്പം ഒരു പരിധി വരെയൊക്കെ ഈ പറഞ്ഞ കുട്ടിയെ നമ്മൾ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്ത് പോവാം. പക്ഷെ എന്നെ വളർത്തുന്നവരുടെ മുമ്പിൽ എന്നെ പറ്റി ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ.
കാരണം ഞാൻ മിണ്ടായിരുന്ന അതെല്ലാവരും മറന്നോളുമല്ലോ എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. കാരണം എന്റെ മുമ്പിൽ എന്റെ ചേച്ചിയുടെ ലൈഫും ഉണ്ട്. ഞാൻ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ പയ്യെ അവർക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവാനാണ്? എന്റെ സൈഡ് ആൾക്കാർക്ക് പറയാതെ എങ്ങനെ മനസ്സിലാവാനാണ്? ഇപ്പം ഈ ഒരു ലോകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ നമ്മൾ ജെന്യൂൻ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്ലി നമ്മളെ പറ്റി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. കാരണം നമ്മളെ വളർത്തുന്ന ഓഡിയൻസ് തന്നെയാണ്, അവർക്കാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മളത് കാര്യം കാരണം ദേ ആർ ലൈക്ക് എ ഫാമിലി. ഇതൊരു എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെയാണ്. ഇപ്പം ഞങ്ങൾ വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും AG വ്ളോഗ്സ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. ഈ ഫോളോവേഴ്സ് ആയിട്ട് വന്ന ആൾക്കാർ ഒരു ഫാമിലി ആയിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്കൊരു വലിയ ബ്രേക്ക് ഒക്കെ വന്ന് നിന്ന് പോയി. പക്ഷെ എന്നാലും ഇന്നും ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിന്റെ പേരും മുഖമൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇന്നും ടച്ചിലല്ല എന്നുണ്ടെങ്കിലും. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെ പറ്റി ഒരു തെറ്റായ കാര്യം എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഈ ഓഡിയൻസും. അവരുടെ അടുത്തും ഒരു പരിധി വരെയൊക്കെ നമ്മൾ ക്ലാരിഫൈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ആറ്റിറ്റ്യൂഡും കുഴപ്പമൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞ് പോകുന്നതിനും ഒരു തെറ്റുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ അപ്പം ഒന്നിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ട്രോമ ആയിരിക്കാം ചേച്ചിയുടെ കേസിൽ. പക്ഷെ ഐ വിൽ ക്ലാരിഫൈ. ഒന്നും പിന്നത്തേക്കില്ല, എല്ലാം അപ്പ തന്നെ. ശരിയല്ല, ഉറക്കുമ്പോ